കൈലാസ്, മുക്ത, നിന്റെ കൈലാസ് പോയി ആ കള്ളിയെ കൂട്ടിക്കൊണ്ടു വന്നല്ലോ. നീ പണിപ്പെട്ടതൊക്കെ വെറുതെ ആയെന്നാ തോന്നുന്നേ. പാർവതി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇനി ഓർക്കണ്ട. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? പാർവതി, അച്ചമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞില്ല നീ ഇവിടുന്ന് പോയത്. മേഡം നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത്. മേഡത്തിനോടെങ്കിലും നിനക്ക് സത്യം പറയാറുന്നില്ലേ? മേഡത്തോട് പാർവതി ഒരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ പോയി മേഡത്തെ കാണും. മേഡത്തിന്റെ മുന്നിൽ പോകാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. മേഡം ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നീ നിന്റെ റൂമിലേക്ക് ഇല്ലേ? ഏയ്, ഒന്ന് നിന്നേ. കൈലാസ്, എന്താ ഇതിന്റെ അർത്ഥം? ഈ ഫ്രോഡിനെ നിന്റെ കാറിൽ കയറ്റിക്കൊണ്ടുവരാൻ നാണല്ലേ നിനക്ക്? മുക്ത, വേണ്ട. ഇവളുടെ കാര്യത്തിൽ നീ ഇങ്ങനെ അമിത താല്പര്യം കാണിക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതുപോലൊരു പെരും കള്ളിയെ നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞത്. കൈലാസ്, നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല മുക്ത. ഞാൻ എന്ത് ചെയ്തുന്നാ? നമ്മുടെ ഗാർമെന്റ്സിൽ നിന്ന് ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതാണോ ഞാൻ ചെയ്ത കുറ്റം? ഗാർമെന്റ്സിലുള്ള തുണിത്തരങ്ങൾ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരന് മറിച്ച് വിറ്റവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നതിന് പകരം പൂവിട്ട് പൂജിക്കണായിരുന്നോ ഞാൻ? ഈ ഫ്രോഡിനെ ശിക്ഷിക്കേണ്ട നീ ഇവൾക്ക് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് അത്ഭുതം തോന്നുന്നത്. നിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി കൈലാസ്? ആ ചോദ്യം തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിന്റെ ബുദ്ധിക്ക് എന്താ പറ്റിയത്? ഒരു സിഇഒ എന്ന നിലയിൽ നീ പെർഫെക്റ്റ് ആയിരുന്നു എന്നാ എന്റെ വിശ്വാസം. നമ്മുടെ സ്ഥാപനം പ്രോപ്പറായി റൺ ചെയ്യുന്നതിൽ നിന്റെ പങ്ക് ചെറുതൊന്നുമല്ല, സമ്മതിക്കുന്നു. പക്ഷേ പാർവതി കള്ളിയാണെന്ന് ആരോ പറഞ്ഞപ്പോ ഒരു അന്വേഷണം പോലും നടത്താതെ നീ ഇവളെ പുറത്താക്കിയില്ലേ?